ഹലോ വ്യൂവേഴ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് കേട്ടോ. ഇപ്പൊ ലാലേട്ടന് ഈ പറയുന്ന പോലെ ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ് കിട്ടിയതിന് ശേഷം, ആ ഒരു ഓണർ കിട്ടിയതിന് ശേഷം ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് മമ്മൂക്ക ഇതിന് അർഹനാണ്, മമ്മൂക്കയ്ക്ക് ഇത് കൊടുക്കാതെ രാഷ്ട്രീയ പ്രേരിതം ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അതിലൊരു യാഥാർത്ഥ്യമുണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു യാഥാർത്ഥ്യമുണ്ട്. ലാലേട്ടൻ ശരിക്കും അത് 100% അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് ഡിസർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത് കിട്ടിയതും. അതിനെ നമ്മൾ പൊളിറ്റിക്സ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ജാതി മത അല്ലെങ്കിൽ സപ്പോർട്ട് പരമായിട്ടോ കാണേണ്ട കാര്യമില്ല. പുള്ളി അത് അർഹിക്കുന്നതാണ്, പുള്ളിക്ക് എത്തേണ്ട കൈകളിൽ തന്നെ അത് എത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പുറത്ത് മറ്റൊരു ചോദ്യമുണ്ട്, മമ്മൂക്കയ്ക്ക് ഇത് അർഹനാണ്? മമ്മൂക്ക എന്തുകൊണ്ടും 100% യോഗ്യനാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് വേണ്ടിയിട്ട്, ആ ഒരു ബഹുമതിക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു പക്ഷെ അദ്ദേഹത്തിന് കിട്ടാത്ത ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചായ്വുകൾ കൊണ്ട് തന്നെയാകാനാണ് സാധ്യത. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി മലയാള സിനിമയിൽ അഭിനയിക്കുന്നു. ഇന്ത്യയിലെ മെയിൻ നടന്മാരെടുത്ത ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നടന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയ താരമാണ് ഈ മമ്മൂക്ക എന്ന് പറയുന്ന താരം. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ 2 പില്ലറുകളാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന നടന്മാർ. നമ്പർ 1 ആക്ടറുകളിൽ ഒരാളാണ് ഈ പറയുന്ന മമ്മൂക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ സിനിമ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിലും പുള്ളി ചെയ്തു വെച്ച വേഷങ്ങൾക്ക്, പുള്ളി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറുകൾക്കൊന്നും നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് അത് എന്താ പറയുന്നത്, നെഗറ്റീവ് കാണാൻ പറ്റില്ല. പിന്നെ ഉയർച്ച താഴ്ചകൾ, സിനിമയുടെ ഹിറ്റുകളും അതുപോലെ തന്നെ സിനിമയുടെ പരാജയ വിജയങ്ങളും ഒക്കെ എല്ലാ നടന്മാരുടെ ഇതിലുണ്ടാകും. പക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു നടൻ, ആ നടൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇതുപോലെ നാഷണൽ അവാർഡ്, ഇതുപോലെ ഒരു വലിയ ഒരു ബഹുമതി അർഹിക്കുന്നുണ്ട്, 100% അർഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇപ്പൊ ജൂറിയിലൊക്കെ മറ്റൊരു രാഷ്ട്രീയ ചാരലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് ഇതിനകം തന്നെ ഇത് കിട്ടിയേനെ. കാരണം ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കിട്ടിയിട്ട് വർഷങ്ങളായി. ഇന്നൊരു നാഷണൽ അവാർഡ് 2015 ശേഷം മമ്മൂട്ടി എന്ന നടന് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അല്ലു അർജുനും അങ്ങനെയുള്ള ബാലകൃഷ്ണയ്ക്കൊക്കെയാണ് സംഭവം അവാർഡ് പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവർക്ക് അവാർഡ് അർഹിക്കുന്നില്ല എന്ന് ഞാൻ പറയാം, അവാർഡ് അർഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറം അതിലും ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പക്കൊക്കെ ഒരു അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഭ്രമയുഗം, അതുപോലെ ഇഷ്ടം പോലെ പടം ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ അവാർഡ് കൊടുക്കേണ്ടത്. എന്തിന്റെ ബേസിലാണ് അങ്ങനെ ഒരു നാഷണൽ അവാർഡ് കൊടുത്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ നാഷണൽ അവാർഡ് കൊടുത്തത്, അല്ലു അർജുനൊക്കെ കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ അതൊരു വൻ പരാജയം, നാഷണൽ അവാർഡിന്റെ വില കളയുന്ന ഒരു സംഭവമാണ്. അല്ലു അർജുന് കൊടുത്തപ്പോൾ ഒരു യൂത്ത് ഐക്കണായിട്ടുള്ള ഒരാൾക്ക് ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു യൂത്ത് കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും. അതുപോലെ സിനിമയിൽ വരാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും. അതുപോലെ തന്നെ ഈ മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്നവരൊക്കെ ഒരുപാട് നാഷണൽ അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ പ്രത്യേകിച്ച് അവാർഡിന്റെ കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവർ പറ്റുന്നതൊക്കെ അവർ മേടിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടാവുന്ന അർഹതകളൊക്കെ അവരെ തേടി എത്തിയിട്ടുണ്ട്. പക്ഷെ നോർമലി നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്കൊരു അവര് പറയുന്ന ഒരു മെറിറ്റ്സ് ഉണ്ട് സിനിമയിൽ, എന്തുകൊണ്ടാണ് മികച്ച നടൻ നാഷണൽ അവാർഡ് കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പൊ അഭിനയം കാഴ്ചവെക്കണം. നമ്മൾ കൊമേഴ്ഷ്യലി വലിയ ഒരു പടം സക്സസ് ആയതുകൊണ്ട് മാത്രം നമുക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ലിസ്റ്റിൽ വരും. പക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസിലാണ്. അപ്പം പുഷ്പയ്ക്കൊക്കെ ഒരു അവാർഡ് കൊടുക്കേണ്ട രീതിയിലൊന്നും ആ കാലത്ത് ഒരുപാട് വേറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ആക്ടിങ് വൈസ് നോക്കാനാണെങ്കിലും. പക്ഷെ പുഷ്പയ്ക്ക് കൊടുത്ത ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമാകാം, ചിലപ്പോൾ രാഷ്ട്രീയമല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ യൂത്ത് ഐക്കൺ എന്നുള്ള രീതിയിൽ, യൂത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, കുറച്ച് യൂത്ത് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കുറച്ച് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം, അങ്ങനെ ഉദ്ദേശമായിരിക്കാം അവാർഡ് കൊടുത്തത്. അതിന് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നമ്മൾ അതിലോട്ട് കടക്കുന്നുമില്ല, കാരണം അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മമ്മൂക്ക 100%-ഓളം ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ആണെങ്കിലൊക്കെ, പേരൻപും അങ്ങനത്തെ ഒരുപാട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ മമ്മൂട്ടി അർഹനായിരുന്നു. പക്ഷെ മമ്മൂട്ടിക്ക് ചില സിനിമകൾ, ബെസ്റ്റ് സിനിമകളൊന്നും നോമിനേഷൻ ലിസ്റ്റിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള ഒരു സത്യം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നോമിനേഷൻ ലിസ്റ്റിൽ എത്തിയപ്പോൾ പോലും മറ്റു പലർക്കുമാണ് അവാർഡ് പോയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ അവർക്ക് അന്ന് കിട്ടിയ അവാർഡ് മേടിച്ച ആൾക്കാരെക്കാട്ടിലും എന്തുകൊണ്ടും ഒരുപടി മുകളിലായിരുന്നു അന്ന് മമ്മൂക്കയുടെ ആ പെർഫോമൻസ് വൈസ്, അല്ലെ ആ സിനിമയിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ആ കഥാപാത്രം എന്ന് പറയുന്നത് മമ്മൂക്ക എന്തുകൊണ്ടും അർഹനായിരുന്നു. പക്ഷെ അവരെല്ലാം
ഈ പറയുന്ന മമ്മൂക്കയെല്ലാം വെട്ടിക്കൊണ്ടാണ് മറ്റ് ആക്ടേഴ്സിനൊക്കെ ഈ അവാർഡ് പോയിട്ടുള്ളത്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അർഹിക്കാത്ത ഒരു അംഗീകാരം തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയേണ്ടി വരും. അതിന് രാഷ്ട്രീയപരമായ വിയോജിപ്പുകളോ മറ്റോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂത്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കൊടുത്താണോ, അപ്പോൾ അതിന് ബാലകൃഷ്ണൻ അങ്ങനെ പേരൊക്കെ വരും. അതല്ല, അല്ലു അർജുൻ്റെയാണ് ഞാൻ പറഞ്ഞ യൂത്ത് ഐക്കണായിട്ട് കൊടുത്ത, അങ്ങനെ ആയിരിക്കാം എന്നൊരു പക്ഷേ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇത് രാഷ്ട്രീയപരമായി ഉണ്ട്. രാഷ്ട്രീയപരമായി ഞാൻ കൂടുതൽ ചർച്ചയിലോട്ട് പോകുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലുകളുണ്ട്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയ ചായ്വായിരിക്കും അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം 70 വയസ്സോളമായി, 73 വയസ്സെങ്ങാണ്ടുണ്ട് മമ്മൂക്കയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ ഓണർ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെയൊക്കെ ഒരു ആ കരിയറിൻ്റെ ഒക്കെ എന്താ പറയണ്ട, ഒരു പീക്ക് സ്റ്റേജൊക്കെ നിന്ന് ഏകദേശം കഴിയാറാവും. പീക്ക് സ്റ്റേജ് എന്നല്ല, നമ്മുടെ കരിയറൊക്കെ ഒരു ലെവലായി കഴിയുമ്പോൾ, അതായത് നമ്മൾ റിട്ടയർമെന്റിനോട് എടുക്കുമെന്നൊക്കെ പറയില്ലേ, അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദാദാ സാഹിബ് ഓണറൊക്കെ കൊടുക്കൽ. അപ്പോൾ ലാലേട്ടന് അറിയിക്കുന്നത് തന്നെ, പക്ഷെ ലാലേട്ടന് കുറച്ച് നേരത്തെ അധികം കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ പുള്ളി അത് അറിയിക്കുന്നത് തന്നെയാണ്. പുള്ളി 100% അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഈ പറയുന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് അത് കിട്ടേണ്ട സമയം കഴിഞ്ഞു. ഇനി അത് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അതിൽ മതം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, മതം എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. കാരണം മതം വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഓക്കെ, മതം വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഷാരൂഖ് ഖാന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല കാറ്റഗറിയിൽപ്പെട്ട പല മതത്തിൽപ്പെട്ട ആളുകൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം മതം അതിലൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. മതം നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മോശമാണ്. പക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചായ്വുകൾ, അതിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് മമ്മൂക്കയ്ക്ക് ഇതിനു മുന്നേ ലാലേട്ടനൊക്കെ ഒരുപാട് സിനിമകളുടെ ഈ 20 എന്ന് പറഞ്ഞ സിനിമകൾക്ക് വരെ ലാലേട്ടന് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് രാഷ്ട്രീയപരമായ വിയോജിപ്പുകളും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടത് ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ മാത്രമല്ല, ഇതിനു മുന്നേ ഭരിക്കുന്ന പാർട്ടിയുടെ ആണെങ്കിലും ശരി, ആ സമയത്തും ഉണ്ട് ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഒക്കെ. അത് പിന്നെ ആ സമയത്ത് അതാത് സമയത്ത് പല ആൾക്കാർക്കും ഇങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ ഈ ഒരു പ്രായം 73, 74 ഒരു അത്യാവശ്യം കുറച്ചു കാലം കൂടെ അദ്ദേഹത്തിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ അഭിനയം പോകുന്നതുകൊണ്ടല്ല, ഒരാളുടെ പ്രായമുണ്ട്, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനുള്ളിൽ അദ്ദേഹത്തിന് അത് കൊടുക്കണം. അദ്ദേഹം അത് ഡിസർവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ചെയ്തു വെച്ച എത്രയോ കഥാപാത്രങ്ങൾ ഇനി ഇന്ത്യൻ സിനിമയിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാരക്ടറുകൾ അദ്ദേഹം ഇടയ്ക്ക് തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയപാഠം ഒന്നും ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യം പോലുമില്ല. അതും കേരളത്തിൽ മാത്രമല്ല, അന്യഭാഷകളിൽ പോയും അദ്ദേഹം അംബേദ്കറായിട്ട്, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കറായിട്ട് വരെ അദ്ദേഹം അഭിനയിച്ച് അവാർഡ് മേടിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ കാണുന്ന പോലെ ഈ ഫാൻ ഫൈറ്റ് ഒന്നും കാണേണ്ട കാര്യമില്ല. ഫാൻ ഫൈറ്റ് ഇപ്പൊ ലാലേട്ടന് കിട്ടിയ കാരണം മമ്മൂക്കയുടെ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആരാധകർ പറയുന്നുണ്ട് ഇദ്ദേഹം കാശ് കൊടുത്ത് മേടിച്ച. അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് മമ്മൂട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് കൊടുക്കുന്നത്. മതപരമായിട്ടും അതിനെ കാണില്ല. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അത് കാണണം, രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ. കാരണം മതപരമായിട്ടാണെങ്കിലും മറ്റു മതത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് നാഷണൽ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടാത്തതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 2015 മുന്നേ ആണെങ്കിൽ കൂടെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയില്ല. അപ്പൊ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് മുന്നേ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നെ അവർക്കും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. കാരണം 2015 മുന്നേ ഈ പറയുന്ന ഒരുപാട് വലിയ നാഷണൽ അവാർഡുകളൊന്നും മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടില്ല. ലിസ്റ്റിൽ വന്നിട്ടും അർഹനായിട്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, സൗത്ത് ഇന്ത്യയിലോട്ട് ഒരു അവാർഡ് അല്ലെ ഒരു ഓണർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമില്ല. അത് സിനിമയാണെങ്കിലും ശരി, ക്രിക്കറ്റ് ആണെങ്കിലും ശരി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. അങ്ങനെ ഒരു വേർതിരിവ് ഓൾറെഡി ഉണ്ട് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടറികളുണ്ട്. പക്ഷേ മമ്മൂക്ക ഡിസർവ്ഡ് ആണ്. ഈ ദാദാ സാഹിബ് ഫാൽക്കെ എന്നുള്ള ഒരു ഓണറിന് അദ്ദേഹം എന്തുകൊണ്ട് 100% യോഗ്യനായ ഒരു മനുഷ്യനാണ്.
പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തു വെച്ച എത്രയോ ക്യാരക്ടറുകൾ ഒന്നുകൊണ്ടൊന്നും നിർത്താൻ പറ്റുന്നില്ല. അമരം അങ്ങനെ അങ്ങനെ ലിസ്റ്റ് ബൈ ലിസ്റ്റാണ്. ഇപ്പൊ ഇത് ജൂറിക്ക് മുന്നിൽ പോലും എത്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് തന്നെ സിനിമയെക്കുറിച്ചൊരു വിവരവും ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ, സിനിമയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും ഇദ്ദേഹം ഡിസർവ്ഡ് ആണെന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ലാലേട്ടന് കൊടുത്തത് മോശമായി എന്നല്ല പറയുന്നത്. പുള്ളി ഈ പറഞ്ഞ ഞാൻ ഈ മമ്മൂക്കയെ കുറിച്ച് സംസാരിച്ച പോലെ തന്നെ ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ചായ്വിന്റെയും അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പിന്റെയും ഒക്കെ പുറത്തായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവാർഡ് തിരസ്കരിക്കപ്പെട്ടു പോയത്. പക്ഷെ നമ്മളതിൽ മതമോ ജാതിയോ ഒന്നും കലർത്തേണ്ട കാര്യമില്ല, അങ്ങനെ നമ്മൾ കാണാൻ പാടില്ല. അപ്പം അതൊരു നമുക്കൊരു ഉള്ളിൽ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു സെപ്പറേഷൻ, എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ആംഗിളുകൾ സൃഷ്ടിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ പുള്ളി ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അർഹനാണ്. അടുത്ത ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്താണെങ്കിൽ ആ ഓണറെങ്കിലും അദ്ദേഹത്തിന് കിട്ടണം എന്നാണ് സാധാരണ ഒരു മലയാളി പ്രേക്ഷകൻ, ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ 3 നാഷണൽ അവാർഡും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഒട്ടുമിക്കപ്പെട്ട എല്ലാ അവാർഡുകളും അദ്ദേഹത്തിന്റെ പേരിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ കിട്ടാനുള്ളൂ. ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു കരിയറിൽ പിന്നൊന്നും നേടാനില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അവാർഡും കാര്യങ്ങളൊന്നും ഓണറുകളൊന്നും നേടാനില്ല. പുള്ളിയുടെ കരിയർ, ഇതുവരെയുള്ള കരിയർ അങ്ങോട്ട് ഫുള്ളാവും. പിന്നെ നമുക്ക് വേറൊന്നും അദ്ദേഹത്തിന് കൊടുത്ത് ആദരിക്കാനൊന്നുമില്ല. അപ്പം അർഹരായവരിലേക്ക് ആദരവുകൾ എത്തുക, അതാണ് ഇത് പറയാനുള്ളത്. അർഹരായിട്ടുള്ള ആളുകളിലേക്ക് വേണം നമ്മൾ ആദരവുകൾ എത്തിച്ചു കൊടുക്കാൻ. അല്ലാണ്ട് നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയപരമായി വിയോജിപ്പ് അല്ലെങ്കിൽ മറ്റെങ്കിലും വിയോജിപ്പോടെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് തീർച്ചയായിട്ടും എതിർപ്പ് തന്നെയാണ്. നമ്മൾ അർഹരാകുന്ന കരങ്ങളിലേക്ക് വേണം എന്തും നമ്മൾ എത്തിക്കാനായിട്ട്.